ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമുക്ക് കൂന് കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കൂൻ ക്ലീൻ ചെയ്യണതും അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു കൂൺ കറി ഉണ്ടാക്കണ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. കൂൺ പറിക്കണത് മുതൽ ക്ലീൻ ചെയ്ത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണത് വരെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൂന് ഇതേപോലെ കിട്ടിയപ്പോൾ ഞാൻ കൂൺ കറി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അന്ന് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിന് കൂൻ എന്താണെന്ന് തന്നെ അറിയില്ല ചില ആൾക്കാർക്കൊന്നും. അപ്പോൾ നമ്മളവിടെ നാട്ടുമ്പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ അറിയാത്ത ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് നോക്കിക്കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിനി ഇനി കിട്ടുമ്പോൾ ഞാനത് പറിക്കണതൊക്കെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞിനി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കുക. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വരുമല്ലോ. കിച്ചണിൽ വരുമ്പോൾ നമ്മൾ സിങ്കിൻ്റെ നേരെയാണ് കേട്ടോ ഈ ഒരു ജനലുള്ളത്. അപ്പോൾ ജനലിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വെളുത്ത കളറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ കിച്ചണിൽ വന്നാണ്ട് എൻ്റെ കൈയൊക്കെ കഴുകിയിട്ടുള്ളൂ, നമ്മൾ കുക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ള കളറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ നോക്കിയതാ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കണ്ടിട്ടുണ്ടാവും. ഞാൻ സൂം ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ചെറുതായിട്ട് എനിക്ക് ഒരു കൂന അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അതന്നെയാണെന്ന് തോന്നിയിട്ട് ഞാൻ അവിടെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഞാൻ ആ കന്തം വിട്ടിട്ടോ എത്രങ്ങാനും കൂനെന്നറിയോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എന്തൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി കഴിക്കണം കാട്ടിലും ഇതിങ്ങനെ പറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റാണ് എനിക്ക് ഇതേപോലെ ഇങ്ങനെ കൂന് കിട്ടുന്നത്. ഇതിൻ്റെ മുന്നേ കുറേ വർഷം മുന്നേ ഞാനും എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയും എൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിന് കേട്ടോ. എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അമ്മ വന്നീനി. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ ബസ്സിനാണ് പോരുന്നത്. ബസ്സിന് ഓട്ടോറിക്ഷയ്ക്ക് എന്താ അറിയില്ല, ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ പോരുകയാണ്. അപ്പം ഒരു തൊടിയിൽ ഇതേപോലെ ഇഷ്ടം പോലെ ഇങ്ങനെ പടന്ന് കിടക്കണത് കണ്ടിനി. അന്നിങ്ങനെ ഞാനും ഉമ്മയും കൂടിയിട്ട് ഇങ്ങനെ കൂന് പറിച്ചിന് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നാണ് ഇതേപോലെ കൂന് പറിക്കണത്. അപ്പോൾ ഞാൻ റിച്ചുവിനെയും വിളിച്ചിട്ടുണ്ടായിനി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ ഇത് പറിച്ചത്. പിന്നെ നമ്മൾ പറിച്ചിട്ട് ഒക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ ഇവിടുത്തെ അമ്മാക്കും അവിടുത്തെ അമ്മാക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. എല്ലാവർക്കും കൊടുത്തീനി. പിന്നെ എൻ്റെ അനിയത്തിയാണെങ്കിൽ ഇതിൻ്റെ ഒരു നുണച്ചിയാണ്. അപ്പോൾ എന്നോട് ആദ്യം തന്നെ ബുക്ക് ചെയ്തിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടീനി, ഇപ്രാവശ്യം എനിക്ക് കിട്ടുമ്പോൾ കുറച്ച് എനിക്കും തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിനി കേട്ടോ. അപ്പോൾ കിട്ടുന്നൊന്നും ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ, ഇതിപ്പോൾ അങ്ങനെ യാദൃശികമായിട്ട് അങ്ങനെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഓളെയും വിളിച്ചിട്ടുണ്ടായിന്. ഓളെ വിളിച്ചപ്പോൾ ഓളും രാവിലെ വന്നാണ്ട് ഓളും കുറച്ച് കൊണ്ടുപോയി. പിന്നെ എനിക്ക് എക്സാം ഉണ്ട് കേട്ടോ. ആർക്കും കൊണ്ടുപോയി കൊടുക്കാനൊന്നും കൂടില്ല. എൻ്റെ തന്നെ ഞാൻ അപ്പോഴൊന്നും നന്നാക്കിയിട്ടില്ല കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനും പിന്നെ അമ്മക്കും അവർക്കൊക്കെ ഉള്ളതൊക്കെ കൊടുത്തയച്ച് അമ്മക്കുള്ളത് ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതേനി. ഇതിപ്പോൾ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരമാണ് കേട്ടോ ഇപ്പോൾ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ കൂൺ കിട്ടിയാൽ അത് അങ്ങനെ പാത്തക്കാനൊന്നും പറ്റൂല. അത് അപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് നല്ലത്. കാരണം ഇതിങ്ങനെ വിരിഞ്ഞൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂനൊക്കെ തിന്ന് ഛർദ്ദിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിക്കണം നിങ്ങൾ. ഞാനൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേട്ടിന് കേട്ടോ ആദ്യമൊക്കെ. പക്ഷെ നമ്മൾ നല്ലത് തന്നെയാണിത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കേനെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ നന്നാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ രാവിലെ അത് നന്നാക്കാനും കൂടി നിൽക്കുകയാണെങ്കിൽ പിന്നെ എക്സാമിന് പോക്ക് നടക്കില്ല. അപ്പോൾ എക്സാമിന് പോകുമ്പോഴത്തേന് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളും വേണ്ട നോക്കുക. അപ്പോൾ അത് നന്നാക്കാനൊന്നും പറ്റിയിട്ടില്ലേനി. അപ്പോൾ ഞാൻ വേഗം ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകണം സ്കൂൾക്ക്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പണികളെടുക്കണം. 8:45 എനിക്ക് വീട്ടിൽ നിന്ന് പോവും വേണം. അങ്ങനെ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതേനി കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാനിത് നന്നാക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് ഇത് നന്നാക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കണത്. ഈസിയാണ് കേട്ടത് നന്നാക്കാൻ. ഇനിയിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ തൊലി പെട്ടെന്ന് പോരുന്നുണ്ട്. ഈ ഭാഗം ഇതേപോലെ കത്തിയോണ്ട് ഇങ്ങനെ ചുരണ്ടി എടുത്താൽ മതി. അതിൻ്റെ ആ ഒരു കാലുണ്ടല്ലോ അത്, അല്ലാതെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഉണ്ടാവും ഇതേപോലെ ഒരു കറുത്ത തൊലി. ആ ഒരു തൊലി കളയണം കേട്ടോ. അപ്പോൾ ഒന്ന് ഞാനിവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി മറ്റേത് നന്നാക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് എടുക്കൽ എന്നുള്ളത്. പലരും പല രീതിയിൽ നന്നാക്കും. ഈ ഒരു രീതിയിൽ നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എളുപ്പം ആണ് കേട്ടോ. കത്തിയൊന്നും വേണമെന്നില്ല. കത്തിപ്പോൾ ഇതിൻ്റെ ആ ഒരു മണ്ണുള്ള ഭാഗമൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ മാത്രം മതി കത്തി. അതേപോലെ ആ കാലൊന്ന് ചുരണ്ടിയെടുക്കാനും കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കാട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തൊലി അതിമെന്ന് അങ്ങനെ പോരും കേട്ടോ. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പായിട്ട് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് പോരുന്നുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൂനിട്ടിയപ്പോൾ ഇതേപോലെ ഇത് കത്തി കൊണ്ടാണ് ഞാൻ നന്നാക്കി എടുത്തിന് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എനിക്ക് ശരിക്കും കഴിഞ്ഞിട്ടില്ല. ഇനി ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോന്നിന് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ പൊട്ടിപ്പോരൊന്നും ചെയ്തിട്ടില്ല. അതാ കണ്ടോ, എളുപ്പത്തിൽ നന്നാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു കാലിൻ്റെ ആ ഒരു മേലുള്ള ആ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ, അതും ഇതേപോലെ കത്തി കൊണ്ടൊന്നും ചെത്തിക്കളഞ്ഞു. പിന്നെ താഴെ ഭാഗം മണ്ണുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഫസ്റ്റ് കളഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുക്കട്ടെ. അതിൻ്റെ ആ ഒരു മേലെ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ, ഒരു നല്ല കറുപ്പും അല്ല, അങ്ങനത്തെ ഒരു കളറുണ്ട്. അപ്പോൾ അതൊന്നും പോയാൽ മതി. വെള്ള കളറാവുമ്പോൾ പിന്നെ ചുരണ്ടൽ നിർത്തുക. എന്നിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നടുക കീറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് അങ്ങനെ എപ്പോഴൊന്നും കിട്ടുന്ന സാധനമല്ലല്ലോ. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് പൊട്ടി മുളച്ചുണ്ടാവുന്നതാണല്ലേ കൂന്. നമ്മൾ പിന്നെ കുഴിച്ചിടുന്നതോ അല്ലെങ്കിൽ എങ്ങനെയല്ല, പ്രകൃതിയിൽ നിന്ന് പൊട്ടി മുളച്ച് ഉണ്ടാവുന്നതാണ്. ഇപ്പം ഇടിയൊക്കെ വെട്ടി അങ്ങനെ ഉണ്ടാവുന്ന അങ്ങനെയൊക്കെ പറയണ കേൾക്കാം. കൂനിടി വെട്ടുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ കേട്ടിക്കണോ അല്ലേ അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കൂനൊക്കെ ഉണ്ടാവണ കാലയിക്കണം. അപ്പോൾ നമ്മളെ പറമ്പിലൊക്കെ ഒന്ന് നോക്കുകൊണ്ട്, നമ്മളെ പറമ്പിലല്ലെങ്കിലും അപ്പുറത്തോ എവിടെ തൊടുകയൊക്കെ കാണുന്നത് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിട്ടോ. ഇതേപോലെ ഇങ്ങനെ വിരിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന്മേൽ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ഫ്രഷായിട്ട് കിട്ടുമ്പം എന്നാലേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനും കുട്ടികളൊക്കെ കൂടിക്കണം കേട്ടത് നന്നാക്കാൻ. എന്നാലുള്ളൂ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞാണ്ട്. പിന്നെ ഇതിങ്ങനെ നന്നാക്കിയിട്ട് നല്ലോണം മണ്ണുണ്ടാവും ഇതിൽ. നമ്മൾ മണ്ണിന്ന് ഇങ്ങനെ പറിച്ചെടുക്കണതല്ലേ, അപ്പോൾ നമ്മൾ എത്ര കരുതി പറിച്ചാലും മണ്ണ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം കഴുകിയെടുക്കണം, അല്ലെങ്കിൽ മണ്ണ് കടിക്കും. അപ്പോൾ ഇതാ ഒക്കെ നമ്മളിങ്ങനെ നന്നാക്കി എടുത്തീനി കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഇതാ പിന്നെ അതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇതിൽ തന്നെ ഇട്ട് കഴുകിയാൽ ആ ഒരു മണ്ണൊന്നും ശരിക്കും പോവില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിക്ക് ഇതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം, അപ്പോൾ ഇതിൻ്റെ താഴെ ആ മണൽത്തരികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ അങ്ങനെ വന്ന് നിൽക്കും. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് തോന്നും. പക്ഷേ ഇത് പിന്നെ വാടിക്കഴിഞ്ഞാലേ കുറച്ചേ ഉണ്ടാവുള്ളൂ, വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ, കൂൺ വാട്ടിയ പോലെ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാണുമ്പം തോന്നും ഇഷ്ടംപോലെ ഉണ്ട് തോന്നും. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കൈ കൊണ്ട് ഇത് മേലേക്ക് ഇങ്ങനെ പൊങ്ങിക്കുമല്ലോ, അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടാൽ മതി വേറെ പാത്രത്തേക്ക്. ഇനി ഞാൻ കാണിച്ചു തരട്ടോ. ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലുണ്ടാവും മണൽത്തരികൾ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മൾ പിന്നെ ശരിക്ക് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മണലൊക്കെ അതിലുണ്ടാവും, മണൽ കടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇനി ഒരു 2-3 പ്രാവശ്യം കൂടെ ഇതേപോലെ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണലൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കോളും. അങ്ങനെ 2-3 പ്രാവശ്യം നല്ലോണം കഴുകി എടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളത്തേക്ക് ഇതിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആ ഒരു വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാനപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. അതേപോലെ തന്നെ നല്ല തിളച്ച വെള്ളം വേണമെന്നൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒരു ചൂടുള്ള വെള്ളമായാൽ മതി. അങ്ങനെ ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ആ ഒരു വെള്ളത്തിൽ കടന്നോട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ അതാ നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ചൂടുവെള്ളത്തിലും കൂടി ഇട്ട് വെക്കുമ്പോൾ ഒന്നും കൂടെ വൃത്തിയായി കിട്ടും. ഇനി ആദ്യം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ കഴുകി മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്താലും മതി കേട്ടോ. ഞാൻ അപ്പം നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷമാണ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 5-6 മിനിറ്റ് ആ ഒരു ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് ഇതാ പിന്നെ ഈ ഓട്ടപാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ആ വെള്ളമൊക്കെ ഒന്ന് ചോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ചോർന്ന് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. പിന്നെ കൂനൊക്കെ പലരും പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കോണ്ടി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാനിതാ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടതിന്, എത്രണ്ണ കറക്റ്റ് എനിക്കറിയില്ല, ചെറിയ ഉള്ളിയാളതിന് കേട്ടോ. അപ്പോൾ ഒരു പിടി എടുത്തിട്ടുണ്ടതിന്, അത് തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ കഴുകി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടതിനും, അതും ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കാന്താരിമുളക് കൊടുത്തിന് എരിവിന്, കാന്താരിമുളകോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് അടുപ്പത്താണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ വന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുപ്പത്തേക്ക് നല്ല വെളിച്ചക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ പുറത്തേക്കുള്ള ലൈറ്റ് ഇട്ടിക്കണം, എന്നാലും വെളിച്ചക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ മഴ നല്ല ഇരുട്ടുത്തി വന്നിട്ടേ എന്താ മേഘമൊക്കെ മൂടിയിട്ട് അങ്ങനെയും വെളിച്ചക്കുറവുണ്ട്. പിന്നെ നമ്മളെ ഷീറ്റിൻ്റെ ആ ഒരു കറുപ്പും ഒക്കെ കൂടായിട്ട് നല്ല വെളിച്ചക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും വിളക്ക് കത്തിച്ചിക്കണ്. അപ്പോൾ വിളക്കിൻ്റെ ആ ഒരു വെളിച്ചം കൊണ്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പിന്നെ മഴ മാത്രമല്ല ചെറിയ കാറ്റും ഉണ്ട് കേട്ടോ. അപ്പം തീ ഇങ്ങനെ ആളിയിട്ടാണ് ശരിക്കൊരു ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ ഇതാ ചട്ടി ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിരിക്കണ്. ഇനിയിപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചട്ടി ചൂടായപ്പോൾ നിങ്ങൾ കണ്ടില്ല, അതിലിങ്ങനെ എണ്ണ കിനിഞ്ഞ് വരുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കുറേ കാലം കുക്ക് ചെയ്ത പാത്രങ്ങളാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും, എണ്ണ കിനിഞ്ഞ് വരും. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി അത് ഒരുപാട് വർഷമായി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നുള്ളത്. പിന്നെ ഇങ്ങനെ തലയിലേറ്റി കൊണ്ടുവരുന്ന ആൾക്കാരില്ലേ, ഓരോരുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ അതൊക്കെ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം അത്രയ്ക്ക് നല്ലത് കിട്ടൂല. അങ്ങനെ വീടുകൾ കൂടെ ഇങ്ങനെ തലയിലേറ്റാണ്ട് ഇങ്ങനെ ഓരോ ചേച്ചിമാർ കൊണ്ടുവരുമല്ലോ, അങ്ങനെ ഓരോരുത്തുനിന്ന് വാങ്ങിയതേനിത്. അപ്പോൾ നല്ല മൺകലങ്ങളാകുമ്പോൾ നല്ല ഈടും നിൽക്കും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൊഴിച്ചിനിട്ടത്, പിന്നെ നമ്മളെ ചട്ടിക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച ആ ഒരു പിന്നെ വെളുത്തുള്ളി ഇട്ടിനി. പിന്നെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. ചെറിയുള്ളി നമ്മൾ എത്ര എടുക്കണുണ്ടോ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അത് വിചാരിച്ചിട്ട് നമുക്ക് ഒക്കെപ്പാടെ ഇടാനൊന്നും പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മളടുത്ത് ഇല്ലിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് അതവിടെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട്. തോട്ടിൽ കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. വെള്ളമൊക്കെ ഇതാ നല്ലോണം കലങ്ങിക്കണം കേട്ടോ. നല്ല പെരുമഴ പെയ്യുമ്പോഴാണ് ഇങ്ങനെ തോട്ടിൽ വെള്ളം കലങ്ങുക, അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളയിക്കാരം. ഇപ്പോൾ ഇതാട്ടോ നമ്മളെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒരുവിധം മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിക്ക് പിന്നെ നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ കാന്താരി മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിക്ക്. അപ്പോൾ ഒരുപാട് എരിവായാൽ പിന്നെ കുട്ടികൾക്കൊക്കെ എരിവ് കൂടും. അപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. 4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നപ്പം പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിനല്ലോ അതും ചേർത്തു. പിന്നെ നമ്മൾ കാന്താരി മുളക് കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതും ചേർത്തിട്ടുണ്ട്. കാന്താരി മുളക് ഞാൻ കീറിയിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ തക്കാളി ഒന്ന് വെന്ത് വന്ന് എന്നിട്ട് നമ്മളിതാ കഴുകി വെച്ച കൂനുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചട്ടി നിറയെ ഉണ്ട് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മസാലകളൊക്കെ ഇതിലൊന്ന് പിടിക്കണ്ടേ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. വെള്ളം നമുക്ക് ചേർക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അതിലിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ കുറഞ്ഞ ചൂടുള്ള വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കറിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ വരട്ടിയ രൂപത്തിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല, അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഇനി അടച്ചു വെച്ചിട്ട് നല്ലോണം തീയാണ് കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കിയാൽ മതി. ഈ ഒരു കൂന് തിളക്കുമ്പോഴേ ഒരു സ്മെല്ല് വരാണ്ട് കേട്ടോ. ഇത് ഇഷ്ടമല്ല ആൾക്കാർക്ക് ആ ഒരു സ്മെല്ല് കിട്ടിയാൽ എന്തായാലും ചോറ് കഴിക്കാനൊരു കൊതി തോന്നും, അല്ലെങ്കിൽ കൂന് കഴിക്കാനൊരു കൊതി തോന്നും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കൂന്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് തിളച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലോണം ആ ഒരു സ്മെല്ല് കിട്ടും ചെയ്യും കേട്ടോ, ആസ്വദിക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ നമുക്ക് കൂനൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടും, പക്ഷേ അത് ഇങ്ങനത്തെ കൂനല്ല കേട്ടോ. ഇത് നമുക്ക് പ്രകൃതിയിൽ തന്നെ ഉണ്ടാവണ കൂനാണ്. ഒരു വളട്ട് കൊടുത്തിട്ടുണ്ടാവണതോ ഒന്നുമല്ല, പൊട്ടി മുളച്ചുണ്ടാവണമല്ല, മണ്ണിന്ന് പൊട്ടി മുളച്ചുണ്ടാവണതാണ്. അപ്പോൾ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നല്ല കൂനാണ്, നല്ലതാണ്. പിന്നെ ഇങ്ങനത്തെ കൂനൊക്കെ കിട്ടുമ്പോൾ അതേപോലെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കൊണ്ടിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനത്തെ കൂന് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുമല്ലേ എന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ കാട്ടിലും പറമ്പിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ പൊടിഞ്ഞുണ്ടാവണതാണ്. അപ്പോൾ അതൊരു പകുതി വേവൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ തീക്കൊള്ളി അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടോ. പിന്നെ ആ ഒരു കനലും ഇട്ടിട്ട് വേവിച്ചെടുത്തേക്കാണ്. പിന്നെ ഞാൻ അധികം തീയൊന്നും കത്തിച്ചു കൊടുത്തിട്ടില്ല, നല്ലോണം കനൽ തന്നെ ഉണ്ടായിന് അടുപ്പിൽ. ഇപ്പോൾ കൂനൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം, 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു വെളിച്ചെണ്ണയ്ക്ക് നമ്മളേക്ക് ചേർത്തതുകൊണ്ട് ആ പച്ച വെളിച്ചെണ്ണൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങിയേക്കും കേട്ടോ. ഇനി ഞാൻ ചോറ് കഴിക്കണ സമയമൊന്നുമല്ല, കുറച്ച് ചോറ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ കൂനുകാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ.
അപ്പോൾ നിങ്ങൾക്കൊക്കെ കൂനൊക്കെ കിട്ടലുണ്ടോ? നിങ്ങൾക്ക് കൂനിനെ കുറിച്ചിട്ട് അറിയോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോട്ടോ കേട്ടോ. അപ്പോൾ ചില കൂട്ടുകാർക്കൊന്നും കൂന എന്താണെന്ന് തന്നെ അറിയൂല. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ട് ചോദിച്ചിനി എന്താ ഈ കൂന് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാവണത്, അതൊക്കെ കഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടേനി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂൺ പറിക്കണതും കൂൺ ക്ലീൻ ചെയ്യണതും പിന്നെ കുക്ക് ചെയ്യണതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.